ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ പ്രതികൾക്ക് യാത്രയയപ്പ് നൽകിയ നടപടി തെറ്റായ സന്ദേശം നൽകുമെന്ന് സി സദാനന്ദൻ മാസ്റ്റർ എം പി ഡൽഹിയിൽ പറഞ്ഞു. കുറ്റവാളികൾക്ക് കൂടുതൽ പ്രേരണ നൽകുന്നതാണ് കെ ശൈലജയുടെ പ്രവൃത്തിയെന്നും സദാനന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. ജയിലിലേക്ക് പോകുന്ന പ്രതികൾക്ക് നൽകിയ യാത്രയയപ്പിനെ കുറിച്ചാണ് മട്ടന്നൂർ മണ്ഡലം MLA കൂടിയായിട്ടുള്ള മുൻ മന്ത്രി കെ ശൈലജ ടീച്ചർ അവരുടെ നേതൃത്വത്തിൽ എല്ലാ കോടതികളും കുറ്റക്കാരാണ് എന്ന് ഏകസ്വരത്തിൽ അഭിപ്രായപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ സ്വീകരിക്കാനായി പോവുകയും ചെയ്യുന്ന കുറ്റവാളികൾക്ക് യാത്രയയപ്പ് നൽകുകയും മുദ്രാവാക്യം വിളിക്കുകയും അതൊക്കെ അവരുടെ പാർട്ടി കാര്യമാണ്. പക്ഷേ MLA എന്നുള്ള നിലയിൽ ജനപ്രതിനിധി ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ മണ്ഡലത്തിൽ MLA ആയിട്ടുള്ള ശൈലജ ടീച്ചർ അങ്ങനെ ഒരു യാത്രയയപ്പ് ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ മോശമായൊരു സന്ദേശമാണ്. ക്രിമിനൽ കേസുകളിൽ പാർട്ടി അണികൾ ഉൾപ്പെടുന്ന സന്ദർഭത്തിൽ അവരെ തിരുത്തുന്നതിന് പകരം ഇനിയും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരണയേകുന്ന ഒരു സമീപനമാണ് ശൈലജ ടീച്ചർ സ്വീകരിച്ചത് എന്ന് ദൗർഭാഗ്യകരമായൊരു കാര്യം പറയേണ്ടതായി വന്നിട്ടുണ്ട്. ഖേദകരമാണത്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്ററുടെ ഇരുകാലുകളും വെട്ടിയില്ലായ്മ ചെയ്ത CPM പ്രതികൾ ജയിലിലേക്ക് പോയിരിക്കുന്നു. അവർക്ക് കണ്ണൂരിൽ വീരോചിത യാത്രയയപ്പ് നൽകി. ഇതേപ്പറ്റി സദാനന്ദൻ മാസ്റ്റർ ഡൽഹിയിൽ പ്രതികരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകിയ നടപടി തെറ്റായ സന്ദേശം നൽകും എന്നായിരുന്നു സദാനന്ദൻ മാസ്റ്ററുടെ വാക്കുകൾ. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, എന്തായാലും നീതി വളരെ വൈകിയാണ് ലഭിച്ചത്. പക്ഷേ അപ്പോഴും പ്രതികൾക്ക് CPM വലിയ നിലയിൽ സ്വീകരണം നൽകിയിരിക്കുന്നു. ഇതിനെയാണ് സദാനന്ദൻ മാസ്റ്റർ വിമർശിച്ചത്. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ്, 31 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സദാനന്ദൻ മാസ്റ്ററെ ആക്രമിച്ച കേസിലെ പ്രതികൾ ജയിലറയ്ക്കുള്ളിലേക്ക് പോകുന്നത്. സുപ്രീം കോടതി പോലും ഈ കേസ് പരിഗണിക്കാൻ വിമുഖത കാട്ടിയ ഒരു പശ്ചാത്തലത്തിലാണ് പ്രതികൾ കീഴടങ്ങിയിരിക്കുന്നത്. എന്നാൽ അതേസമയം ഈ കീഴടങ്ങിയ പ്രതികൾക്ക് മട്ടന്നൂർ MLA ആയ കെ ശൈലജയുടെ നേതൃത്വത്തിൽ ഇന്ന് CPMന്റെ ഓഫീസിൽ വെച്ച് സ്വീകരണം നൽകുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് സി സദാനന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത് ഈ പ്രതികൾക്ക് CPM എന്ന നിലയിൽ അവരവരുടെ പാർട്ടി തലത്തിൽ സ്വീകരണം നൽകുന്നതിൽ തെറ്റില്ല. പക്ഷേ മട്ടന്നൂർ MLA എന്ന നിലയിൽ അതും ഈ സദാനന്ദൻ മാസ്റ്ററുടെ മണ്ഡലമായ അവിടുത്തെ MLA കൂടിയായ കെ ശൈലജ ഇത്തരത്തിൽ ഉള്ള ഒരു പ്രതികൾക്ക് അവർക്ക് ജയിലിലേക്ക് പോകുന്നതിൽ സ്വീകരണം നൽകുന്നതിലെ തെറ്റാണ് സി സദാനന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഇത്തരം പ്രതികൾക്ക് ഇങ്ങനെയുള്ള ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന മുൻ മന്ത്രിയും MLAയുമായ ഒരു വ്യക്തി സ്വീകരണം നൽകുമ്പോൾ സ്വാഭാവികമായും അത് സമൂഹത്തിലേക്ക് നൽകുന്ന ഒരു സന്ദേശം അത് തെറ്റായ സന്ദേശമാകുമെന്നുള്ളതാണ് സദാനന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, കുറ്റവാളികൾക്ക് വീണ്ടും കുറ്റങ്ങൾ ചെയ്യുവാനുള്ള അല്ലെങ്കിൽ കുറ്റവാസനയുള്ളവർക്ക് കുറ്റങ്ങൾ ചെയ്യുവാനുള്ള പ്രേരണയാകും ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകൾക്ക് ഈ സ്വീകരണം പോലുള്ള ചടങ്ങുകൾ ഏർപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗത്തിലൂടെ നൽകുന്നത് എന്നുള്ളതാണ് സദാനന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, മറ്റ് ഇരകളെ പോലെയല്ല തനിക്ക് നീതി ലഭിക്കുവാൻ വേണ്ടി വൈകി എന്നുള്ളതാണ്, രാഷ്ട്രീയ വൈരം തന്നെയാണ് അതിന് പിന്നിലെന്നുള്ളതും സദാനന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും 31 വർഷങ്ങൾക്ക് ശേഷം നീതി നടപ്പായതിൻ്റെ ഒരു സന്തോഷം ആ മുഖങ്ങളിൽ പ്രകടമാണ്. പക്ഷേ അതേസമയം തന്നെ ഇത്തരത്തിൽ ഒരു MLA തന്നെ ഈ പ്രതികൾക്ക് സ്വീകരണം നൽകുന്നത് അതൊരു തെറ്റായ പ്രവണതയാണ്, സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. വിനോദ്, തീർച്ചയായും സി സദാനന്ദൻ മാസ്റ്ററെ വധിക്കാൻ ശ്രമിച്ച കേസിലെ CPMകാരായ പ്രതികൾക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു. അത് 30 വർഷങ്ങൾക്ക് ശേഷം അവർ ജയിലിലേക്ക് പോകുന്നു. പക്ഷേ CPM അവർക്ക് ഔദ്യോഗിക സ്വീകരണം പാർട്ടി ഓഫീസിൽ നൽകി. ഇതിനെയാണ് സദാനന്ദൻ മാസ്റ്റർ തെറ്റായ കീഴ്വഴക്കം നടപടി എന്നുള്ള നിലയിൽ പ്രതികരിച്ചത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.